മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഇന്നും വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. പ്രവാസികളെ തിരിച്ചെത്തിക്കാൻ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് കത്തയച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ കുടുങ്ങിയവരുമായുള്ള ആദ്യ ചാർട്ടേഡ് വിമാനം ഇന്ന് കരിപ്പൂരിലെത്തും. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെട്ടതോടെ നിരവധി യാത്രക്കാരാണ് ഇന്നും പ്രതിസന്ധിയിലായത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടേണ്ട 31 വിമാനങ്ങൾ ഇന്ന് റദ്ദാക്കി. ഗൾഫ് മേഖലയിൽ നിന്ന് കൊച്ചിയിലെത്തേണ്ട 35 വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള 24 അന്താരാഷ്ട്ര സർവീസുകളും തടസ്സപ്പെട്ടു. അതേസമയം ദുബായ്, ജിദ്ദ, റിയാദ്, അബുദാബി, ഷാർജ, മസ്കറ്റ്, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് ഉണ്ടാകുമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ദോഹയിൽ കുടുങ്ങിയവരുമായുള്ള ആദ്യ വിമാനം ഇന്ന് കരിപ്പൂരെത്തും. റിയാദിൽ നിന്ന് പുലർച്ചെ 3:30 പുറപ്പെട്ട സൗദി എയർലൈൻസ് ഉച്ചതിരിഞ്ഞ് 2:30 കരിപ്പൂർ വിമാനത്താവളത്തിലെത്തുക. തിരുവനന്തപുരത്ത് നിന്ന് 22 വിമാന സർവീസുകളാണ് ഇന്ന് തടസ്സപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന 10 സർവീസുകളും മുടങ്ങി. അന്താരാഷ്ട്ര തലത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ഇന്നലെ വരെ 281 വിമാന സർവീസുകളാണ് ആകെ റദ്ദാക്കിയത്. ഇതുവരെ 1461 പരാതികൾ പരിഹരിച്ചുവെന്നും വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.